നമസ്കാരം. 2022 സെപ്റ്റംബർ മാസം അപ്പോഴാണ് രണ്ടുപേർ കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയേക്ക് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ SIയോട് പറഞ്ഞു, സർ, എൻ്റെ അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസമായി കാണാനില്ല. അമ്മ ലോട്ടറി കച്ചവടമാണ് ജോലി ഈ ടൗണിൽ. ഈ സിറ്റിയിൽ ലോട്ടറി കച്ചവടം ചെയ്ത് അമ്മ സാധാരണഗതിയിൽ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. എന്നാൽ ആ അമ്മ ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. അപ്പോൾ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോൾ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിരന്തരം വിളിച്ചു നോക്കിയെങ്കിലും യാതൊരു പ്രതികരണവുമില്ല. അമ്മ വരേണ്ട സമയവും കഴിഞ്ഞു, മറ്റാരെയും കോൺടാക്റ്റ് ചെയ്തിട്ടും യാതൊരു വിവരവും കിട്ടുന്നില്ല. അപ്പം കൂടെ ഉള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു നോക്കിയപ്പോഴും പത്മയെക്കുറിച്ച് വലിയ വിവരമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അമ്മയുടെ പേര്? അപ്പം പറഞ്ഞു, പത്മ എന്നാണ് അമ്മയുടെ പേര്. അപ്പോൾ പത്മയ്ക്ക് വേറെ ആരെങ്കിലുമായി എന്തെങ്കിലും തരത്തിലുള്ള കണക്ഷൻ ഉണ്ടോ? അങ്ങനെ സ്വാഭാവികമായി പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല എന്നൊക്കെയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പത്മയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു? ആദ്യം ഫോൺ ലൊക്കേഷൻ പരിശോധിക്കാം എന്നുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു രീതിയാണ്. അപ്പം പരാതി പറഞ്ഞു, പരാതി ഫയലിൽ സ്വീകരിച്ചു, FIR ഇട്ട് ബാക്കിയുള്ള അന്വേഷണത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ പോലീസിൻ്റെ ലൊക്കേഷൻ, അതായത് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പത്മയുമായി ബന്ധപ്പെട്ട ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ പത്മയുടെ ഫോൺ അവസാനമായി ടവർ കാണിക്കുന്നത് എലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതായത് കൊച്ചിയിൽ നിന്ന് പത്മ എന്ന് പറയുന്ന ഈ ലോട്ടറി കച്ചവടക്കാരി പത്തനംതിട്ട ജില്ല മല്ലപ്പള്ളിക്കടുത്തുള്ള ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനമായി മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്. അതിനുശേഷം പത്മയുടെ ഫോൺ സ്വിച്ച് ഓഫാണ്. അപ്പോഴാണ് പോലീസിന് സംശയം, ഒരു സാധാരണക്കാരിയായ തമിഴ്നാട് സ്വദേശിയായ പത്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊച്ചിയിൽ നിന്നും എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത്? അപ്പോൾ സ്വാഭാവികമായും, അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനാണ് അവരവിടെ എത്തിയത് എന്ന് പറയുന്ന ഒരു സ്വാഭാവികമായ ഒരു സംശയം പോലീസിനുണ്ടായി. പോലീസ് സാധാരണഗതിയിൽ അന്വേഷണം എന്ന പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പത്മ സഞ്ചരിക്കാൻ സാധ്യതയുള്ള, അല്ലെ പത്മ കടന്നു പോകാൻ സാധ്യതയുള്ള വഴികളിലെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോഴാണ് ഈ പത്മ ഒരു വെളുത്ത സ്കോർപിയോ വാനിൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലീസിന് കിട്ടുന്നത്. അപ്പോൾ ആ പോലീസിൻ്റെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഈ സ്കോർപിയോ വണ്ടിയുടെ നമ്പർ മനസ്സിലാക്കുകയും ഈ നമ്പറിൽ നിന്ന് അത് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വണ്ടിയാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു. അപ്പം ഈ വാഹനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ നിന്നാണ് മുഹമ്മദ് ഷാഫിയുടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് എന്നറിയപ്പെടുന്ന ആളുടെ വാഹനമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ റഷീദ് എന്ന് വിളിക്കപ്പെടുന്ന മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ വാഹനത്തിലാണ്, അല്ല ഒരാളുടെ വാഹനത്തിലാണ് പത്മ കൊച്ചിയിൽ നിന്നും എലന്തൂരിലേക്ക് പോയിരിക്കുന്നതെന്ന് പോലീസ് നിഗമനത്തിൽ എത്തിച്ചേർന്നു. പിന്നീട് റഷീദ് എന്ന് പറയുന്ന ആളിനെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്വേഷണം. ഈ റഷീദ് എന്തിനാണ് പത്മയുമായി അടുപ്പം കൂടുകയും പത്മയെ ഒടുവിൽ ഈ എലന്തൂരിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്ന് പറയുന്ന ഒരു ചോദ്യം പോലീസിൻ്റെ മുന്നിലേക്ക് എത്തി. അങ്ങനെ വന്ന സാഹചര്യത്തിലാണ് ഈ പറയുന്ന റഷീദിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എടുക്കുകയും റഷീദ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഫോൺ നമ്പറിൻ ഡീറ്റെയിൽ പോലീസ് എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഡീറ്റെയിൽ പരിശോധിച്ചപ്പോഴാണ് ഈ പറയുന്ന റഷീദ്, അല്ലെങ്കിൽ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ആൾ നിരന്തരം എലന്തൂർ ഉള്ള ഒരു ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരാളുമായി നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ആൾ നേരെ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. കാരണം പത്മ എന്ന് പറയുന്ന സ്ത്രീ കയറിപ്പോയത് മുഹമ്മദ് ഷാഫിയുടെ വാഹനമായതുകൊണ്ടും ഇവർ രണ്ടുപേരുടെയും ടവർ ലൊക്കേഷൻ ഒരിടത്ത് ഉണ്ടായിരുന്നുകൊണ്ടും, അതായത് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ ഉണ്ടായിരുന്നതുകൊണ്ടും സ്വാഭാവികമായും പോലീസ് മുഹമ്മദ് ഷാഫിയെ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തുടങ്ങി. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് സ്വാഭാവികമായി എനിക്ക് പത്മ അറിയില്ല, അതറിയില്ല, ഇതറിയില്ല, സ്വാഭാവികമായി ചോദ്യങ്ങൾക്കെല്ലാം നെഗറ്റീവ് ഉത്തരങ്ങളാണ് ഈ മുഹമ്മദ് ഷാഫി നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ പിന്നീട് ഒടുവിൽ കുറ്റം സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തതയുണ്ടാകുന്നത്. ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരാൾ പത്തനംതിട്ട എലന്തൂരിലുള്ള ഒരു വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ അതായത് ഈ സത്യം പറഞ്ഞാൽ
ഇവർ പത്തനംതിട്ട ഇലന്തൂരിൽ ജീവിക്കുന്ന ഭഗവത് സിംഗിൻ്റെ ഭാര്യ ലൈല എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇവരെക്കുറിച്ച് സമീപവാസികൾക്കൊന്നും വലിയ മോശപ്പെട്ട യാതൊരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം, ഇവർ പാരമ്പര്യ വൈദ്യമൊക്കെ ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് ഇത്തിരി ബുദ്ധിമുട്ടിലാണ് ഇവർ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടി കഴിയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണക്കാരാവുക എന്ന് പറയുന്ന ഒരാവശ്യം ഇവർക്കുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും പെട്ടെന്ന് പണക്കാരാകുക, സാമ്പത്തികമായി നമുക്കൊക്കെ ഒരു മേൽക്കൈ ഉണ്ടാകുക, ഐശ്വര്യമുണ്ടാകുക, ഇതൊക്കെ സ്വാഭാവികമായും എല്ലാവരും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ആഗ്രഹം ആണ് ഷാഫി എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം, അതായത് ഈ ഷാഫി എന്ന് പറയുന്ന ഒരാൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ശ്രീദേവി എന്ന ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വ്യാജ അക്കൗണ്ടിലൂടെ പലരെയും പ്രലോഭിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരാൾക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാകണം, അയാളുടെ ഇപ്പോഴത്തെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറി കുറേ കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതികളിലേക്ക് അദ്ദേഹത്തിന് പോകണം. ഇങ്ങനെ വന്നപ്പോൾ ഈ ശ്രീദേവി പതുക്കെ ഈ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ഒരാളുമായി അടുപ്പം കൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോഴാണ് ഈ ഭഗവത് സിംഗിന് ഇങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഈ ശ്രീദേവി എന്ന് പറയുന്ന ആളിന് മനസ്സിലാവുന്നത്. അങ്ങനെ ശ്രീദേവി സ്വാഭാവികമായും ചെയ്തത്, അപ്പോൾ ഇതിന് വേണ്ട രീതിയിൽ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ അത് കുറേ കൂടെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ശ്രീദേവി ഈ ഭഗവത് സിംഗിനെയും ലൈലയെയും ബോധ്യപ്പെടുത്തി. അതിൻ പ്രകാരം എന്നിട്ട് ശ്രീദേവി പറഞ്ഞു, അതെ എനിക്ക് ഇങ്ങനെ ഒരു മാന്ത്രികനെ പരിചയമുണ്ട്, ഒരു പൂജാരി എനിക്ക് പരിചയമുണ്ട്, അപ്പോൾ അദ്ദേഹം ഒരു മന്ത്രവാദിയാണ്, അപ്പോൾ അദ്ദേഹവുമായി ചേർന്ന് ചില പൂജകളുമൊക്കെ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു മെച്ചപ്പെട്ട ജീവിത രീതിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ആ പൂജാരി അല്ലെങ്കിൽ ആ മന്ത്രവാദിയെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ റഷീദ് എന്ന് പറയുന്ന മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ സന്യാസിയുടെ അല്ലെങ്കിൽ മന്ത്രവാദിയുടെ രൂപത്തിൽ, അതായത് ശ്രീദേവി പറഞ്ഞു വിട്ട മന്ത്രവാദിയുടെ രൂപത്തിൽ ഭഗവത് സിംഗുമായി നിരന്തരം ബന്ധപ്പെടുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് നരബലി നടത്തിയാൽ, അതായത് ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ഈ പറയുന്ന നിങ്ങൾക്ക് സമ്പത്ത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നമ്മുടെ ലൈലയെയും ഭഗവത് സിംഗിനെയും ഇദ്ദേഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത്. അങ്ങനെ നരബലിക്ക് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നരബലിക്ക് വേണ്ടി എങ്ങനെയായിരിക്കാം നരബലി നടത്തുക. സ്വാഭാവികമായും ആരെങ്കിലും ബന്ധുജനങ്ങളോ ഒക്കെയുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് വന്ന് നരബലി നടത്തി കഴിഞ്ഞാൽ നാളെ അത് കേസാവും, അന്വേഷണത്തിലേക്കും പുക്കാറിലേക്കും ഒക്കെ പോകും. അപ്പം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ആരോരും ചോദിക്കാൻ ആരുമില്ലാത്ത, അന്വേഷിക്കാൻ ആരുമില്ലാത്ത ഒരാൾ സ്ത്രീകളെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ടുവന്ന് നരബലി നടത്താം. ഈ പുരുഷന്മാരായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പ്രതിരോധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്ത്രീകളാകുമ്പോൾ അതിന് നിൽക്കില്ല. തന്നെയുമല്ല, റഷീദിനെ പോലെ അല്ലെങ്കിൽ മുഹമ്മദ് ഷാഫിയെ പോലെ ഒരാൾ വിചാരിച്ചാൽ തീർച്ചയായിട്ടും സ്ത്രീകളെ ഇവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ബോധ്യപ്പെട്ടിരുന്നു. അപ്പോൾ അങ്ങനെ നരബലിക്കുള്ള ആൾക്കാരെയും താൻ സംഘടിപ്പിച്ച് കൊണ്ടുവരാം എന്ന് ഭഗവത് സിംഗിനോട് ഏർപ്പാടാകുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ നടന്നു. അപ്പോൾ ഈ പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുഹമ്മദ് ഷാഫി ഈ പൂജയുടെ മറവിൽ ഈ ലൈലയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രീതിയൊക്കെ അവിടെ പൂജയുടെ ഭാഗമായിട്ടെന്നുള്ള രീതിയിൽ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് പത്മ എന്ന് പറയുന്ന സ്ത്രീയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പത്മ എന്ന് പറയുന്ന സ്ത്രീയെ വലിയ ക്രൂരമായിട്ടാണ് ഈ നരബലി നടത്തിയത്. പോലീസ് ഈ അന്വേഷണം നടന്നു വരുന്ന സാഹചര്യത്തിലാണ്. അപ്പം ക്രൂരമായ കൊലപാതകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമെല്ലാം മുറിച്ച് കഷ്ണങ്ങളാക്കി, ജനനേന്ദ്രിയമൊക്കെ മുറിച്ച് കഷ്ണങ്ങളാക്കി, അങ്ങനെ ഇതെല്ലാം മുറിച്ച് പീസുകളാക്കി, ശരീരമെല്ലാം ഈ ചോര കൊണ്ടുള്ള കളികളായിരുന്നു എല്ലാം. എന്നിട്ട് വീടിൻ്റെ പല ഭാഗങ്ങളിലായി ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ കുഴിച്ചിടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഈ അന്വേഷണം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴാണ് അടുത്ത ഒരു കേസ് പുറത്തേക്ക് വരുന്നത്. അപ്പം അടുത്ത ഒരു കേസ് പുറത്തേക്ക് വരുമ്പോഴാണ് റോസ്ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മരണം കൂടി പുറത്തേക്ക് വരുന്നു. അതായത് 2022 ജൂണിലാണ് ആദ്യത്തെ ഇരയുണ്ടാകുന്നത്. അതായത് റോസ്ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ. അവരും ഇതുപോലെ തന്നെയാണ്, ചോദിക്കാൻ ആരുമില്ല, ലോട്ടറി ടിക്കറ്റൊക്കെ നഗരത്തിൽ വിറ്റ് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഇവരെ കൊണ്ടുവന്നത് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് ഒപ്പിച്ച് തരാം എന്ന ഒരു പ്രേരണ കൊടുത്തിട്ടാണ് ഈ റോസ്ലിൻ എന്ന് പറയുന്ന സ്ത്രീയെ ഈ എലന്തൂരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്ത പരിപാടി, ഇവരെ കട്ടിലിൽ പൂജയുടെ പേരിൽ ഇവർ കട്ടിലിങ്ങനെ കെട്ടിയിടും. കട്ടിലിങ്ങനെ കെട്ടിയിട്ടതിന് ശേഷം ക്രൂരമായി കൊലപാതകം നടത്തുന്നു. വീണ്ടും ഇതുപോലെ തന്നെ ഈ പറയുന്ന സ്ത്രീകളുടെ ശരീരമെല്ലാം മുറിച്ച് പല ഭാഗങ്ങളിൽ കുഴിച്ചിടുന്ന ഒരു രീതി ഉണ്ടായി.
ഇതാണ് ശരിക്കും ഇലന്തൂർ എന്ന് പറയുന്ന നരബലി കേസിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഇവർ ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞു. ആദ്യത്തെ കൊലപാതകം അല്ലെങ്കിൽ ആദ്യത്തെ നരബലി റോസ്ലിൻ എന്ന പത്മത്തിൻ്റെ ഇത് പിന്നെ കൊലപാതക കേസെല്ലാം കഴിഞ്ഞു. റോസ്ലിൻ എന്ന് പറയുന്ന ഒരാളുടെ കൊലപാതക കേസൊക്കെ കഴിഞ്ഞു. അപ്പോഴും ആരും അറിയുന്നില്ല. അപ്പം വീണ്ടും അടുത്ത ആളെ കൂടെ വേണം. അപ്പം ആദ്യം ഒന്ന് കൊന്നിട്ടും ഇവരുടെ സാമ്പത്തിക ക്ലേശങ്ങൾ മാറുന്നില്ല. അപ്പോൾ സാമ്പത്തിക ക്ലേശങ്ങൾ മാറാതിരിക്കുമ്പോൾ വീണ്ടും അടുത്ത ആളിലേക്ക് കൂടി പോകുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന പത്മം എന്ന് പറയുന്ന സ്ത്രീയിലേക്ക് കൂടി ഇവരെത്തുന്നത്. പക്ഷേ പത്മത്തിന് ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ പത്മത്തിൻ്റെ വീട്ടുകാരുള്ളതായി ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല. കാര്യം ഈ ഷാഫിയുടെ നീക്കം അങ്ങനെയാണ്. ആരോരുമില്ലാത്ത, ആരും ചോദിക്കാനില്ലാത്ത, ഒരാൾ പോലും കേസിനോ വഴക്കിനോ പോകാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളെ തിരഞ്ഞെടുക്കുകയും അവരുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ എങ്ങനെയും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരെയും എത്തിച്ചത്. പക്ഷേ ഇവർക്ക് പാളിപ്പോയത് പത്മത്തിൻ്റെ സഹോദരിയും മകനും കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതുമാണ് ഏറ്റവും വലിയ കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അല്ലെങ്കിൽ ഇത് പുറം ലോകം പോലും അറിയാൻ വയ്യാതെ എവിടെയോ കുഴിച്ചു മൂടപ്പെട്ട ഒരു 2 അധ്യായങ്ങളായി മാറിയേനെ. അതായത് ഇവർ പലപ്പോഴും ഈ മാംസം ഭക്ഷിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ പോയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെയും ഒരു പുരുഷനെയും പണത്തിനോടുള്ള അമിതമായ ആസക്തി എത്രത്തോളം വലുതായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ സഹജീവികളായിട്ടുള്ളവരെ കൊന്നാലും അവരുടെ രക്തം കണ്ടിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് പണക്കാരാവണം എന്ന് പറയുന്ന ഒരു സ്വാർത്ഥ ചിന്തയിൽ നിന്നുണ്ടായി വന്ന കൊലപാതകങ്ങളാണ് ഈ എലന്തൂർ നരബലി കേസിലേക്ക് നയിച്ചത്. അപ്പോൾ പണമുണ്ടാക്കുക, പണത്തിന് വേണ്ടി നമ്മൾ ആരുടെയും ജീവനെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന മനുഷ്യൻ്റെ മരവിച്ച മനസ്സാണ് അക്ഷരാർത്ഥത്തിൽ ഈ ഇലന്തൂർ നരബലി കേസിലൂടെ വ്യക്തമാകുന്നത്.